നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൃഷിയുടെ കാര്യങ്ങൾക്കോ മറ്റെന്ത് ആവശ്യങ്ങൾ വന്നാലും എന്നെ വന്ന് കാണാൻ മടിക്കരുത്. വലിയ ഉപകാരം വർമ്മ സാറേ. കൺഗ്രാറ്റ്സ് അച്ഛാ. മാഡം പോ. ആ രമ്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ആ രാജു ഋതിക അവിടെ എത്തുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. വർമ്മസാറിനെ കാണണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. നടന്ന സംഭവങ്ങളിൽ എനിക്ക് ഖേദമുണ്ട്. അത് ഞാൻ വർമ്മസാറിനെ വിളിച്ചറിയിച്ചതുമാണ്. ഈ പ്രായത്തിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആരോരുമില്ലാത്ത രണ്ട് വയോധികരോട് വർമ്മസാറ് ഈ ക്രൂരത ഒരിക്കലും കാണിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ വർമ്മസാറിന്റെ സ്വന്തം മകള് തന്നെ വർമ്മസാറിനെതിരെ പരാതി നൽകാൻ അവരെ സപ്പോർട്ട് ചെയ്തതാണ്. കോടതിയിൽ നിന്ന് പോലും വർമ്മസാറിനെതിരെ വേഗം ആക്ഷൻ എടുക്കാൻ കാരണമായത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വർമ്മസാറിന്റെ നിരപരാധിത്വത്തിൽ യാതൊരു സംശയം എനിക്കില്ലെങ്കിലും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ എനിക്ക് ഈ കാര്യത്തിൽ വർമ്മസാറിനെ സഹായിക്കാനാവില്ല. പക്ഷേ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേ പറ്റൂ സാർ. അതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഐ എം സോറി സാർ. അതിനുള്ള ഒരു ചാൻസ് ഞാൻ മുന്നിൽ കാണുന്നില്ല. 100% ചാൻസ് ഉണ്ട് സാർ. അംബിക മേഡം ഉണ്ടായിരുന്നോ സാറിന്റെ കൂടെ? ഇരിക്കും മേഡം. ഓക്കെ, പറയൂ മേഡം, എന്താണ് നമുക്ക് മുമ്പിലുള്ള ചാൻസ്? എന്റെ അനിയനെതിരെ പരാതി നൽകിയ കർഷകര് അവരുടെ പരാതി പിൻവലിച്ചു. തെറ്റിദ്ധാരണയുടെ പേരില അവര് പ്രതാപവർമ്മക്കെതിരെ പരാതി നൽകിയത്. അത് ബോധ്യമായ ബഹുമാനപ്പെട്ട കോടതി പ്രതാപവർമ്മ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യനാണെന്ന് ശരിവെച്ച ഓർഡർ അത്. ഇനി എന്റെ അനിയന്റെ നോമിനേഷൻ സാറിന് സ്വീകരിക്കാലോ? ഷുവർ. ബെസ്റ്റ് ഓഫ് ലക്ക് സർ. താങ്ക് യു. എതിരെ വന്ന ശത്രുക്കളുടെ ആയുധങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് വർമ്മ സാറിനെ വിശ്വസിക്കുന്ന ജനങ്ങളെയും അണികളെയും സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും കൊടുമുടിയിൽ എത്തിച്ചുകൊണ്ട് വർമ്മ സാറ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്താണ് ഈ നിമിഷത്തിൽ വർമ്മ സാറിന് പറയാനുള്ളത്? അവസാന വിജയമൊന്നും സത്യത്തിനൊപ്പമായിരിക്കും. വളരെ ഗുരുതരമായ ഒരു ആരോപണവും അതിന് പിന്നാലെ ഉണ്ടായ അടിയന്തര നടപടികളും എന്റെ മുന്നോട്ടുള്ള പാതയെ തടസ്സപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസിക്കുന്നവരുടെയും പ്രാർത്ഥന കൊണ്ടും ശരി എന്റെ പക്ഷത്തായതുകൊണ്ടും ബഹുമാനപ്പെട്ട കോടതിയെ സത്യമെന്താണെന്ന് ബോധ്യപ്പെടുത്തി ഈ ഇലക്ഷൻ നോമിനേഷൻ നൽകാൻ എനിക്ക് സാധിച്ചു. ഇനി മുന്നോട്ടുള്ള വിധി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. താങ്ക് യു. വർമ്മ സാറിനെതിരെ ഇല്ലാ കഥകൾ കെട്ടിച്ചമച്ചത് എതിർ കക്ഷികളാണോ അതോ മറ്റാരെങ്കിലും ആണോ? നോ, നോ കമന്റ്സ്. പ്രതാപ, ഇവരാ കർഷകര്. വർമ്മ സാറ് ഞങ്ങളോട് ക്ഷമിക്കണം. വിതച്ച 100 മേനി തരുന്ന ആ മണ്ണിനെയാണ് ദൈവമായി കണ്ട് ഞാനും ഇവളും ഇത്രയും കാലം ജീവിച്ചത്. ആ മണ്ണ് കൈവിട്ട് പോവുകയാണെന്ന് കേട്ടപ്പോ വർമ്മ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ അങ്ങനെ ചെയ്യില്ല എന്ന് ഓർക്കാനുള്ള മനസ്സ് ഈ പാവങ്ങളായ ഞങ്ങൾക്ക് ഓർക്കാൻ കൂടി കഴിഞ്ഞിട്ടില്ല സാറേ. ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചപ്പോ ഞങ്ങളെ തടഞ്ഞ ആ പെൺകുട്ടി വർമ്മ സാറിന്റെ മകളാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ആ കുഞ്ഞിനോട് ദേഷ്യമൊന്നും കാണിക്കരുത്. വർമ്മ സാറ് ഞങ്ങൾക്ക് തന്ന ഭൂമിയാണെന്ന് ആ കുഞ്ഞിനെ അറിയില്ലായിരുന്നു.
ആ കുഞ്ഞാണ് ഞങ്ങളിപ്പോ ജീവനോടിരിക്കാൻ കാരണം. ആ ദുഷ്ടന്മാര് പറഞ്ഞു തന്ന നുണ കേട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ വർമ്മ സാറ് വലിയ പ്രശ്നത്തിലായി പോയേനെ. ശരിക്കും ഞങ്ങളെയും വർമ്മ സാറിനെയും രക്ഷപ്പെടുത്തിയത് ആ കുഞ്ഞാ. കൃഷിയുടെ കാര്യങ്ങൾക്കോ മറ്റെന്ത് ആവശ്യങ്ങൾ വന്നാലും എന്നെ ഒന്ന് കാണാൻ മടിക്കരുത്. വലിയ ഉപകാരം വർമ്മ സാറേ. അച്ഛാ, കൺഗ്രാറ്റ്സ് അച്ഛാ. അച്ഛന്റെ കയ്യിന്നേ ഒരു ഷെയ്ക്ക് ഹാൻഡ് കിട്ടിയെന്ന് കരുതി നീ അങ്ങ് പൊങ്ങി ആകാശത്ത് മേഘത്തിന്റെ അടുത്ത് പോയി തട്ടല്ലേ ഋതികെ. വേദനിക്കും നിനക്ക്. പ്രതാപൻ അത് വെറും സഹതാപം കൊണ്ട് ചെയ്തതാ. ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാതെ രണ്ടാളും കൂടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി നോക്ക്. ഊവ് വന്ന വഴികളൊന്നും രാജു ഋതിക മേഡം മറന്നിട്ടില്ല. പോകാൻ വേണ്ടി തന്നെ വന്നത്. പോകുന്നതിന് മുമ്പ് 2 വർത്താനം അംബിക മേഡത്തിനോടും ദീപക് സാറിനോടും പറയാതെ പോകണ്ടെന്ന് കരുതി. എന്താണ് നിനക്ക് പറയാനുള്ളത്? ദീപക് സാറേ പതിയെ. കളക്ടർ ഓഫീസർ. അംബിക മേഡം, ഞാൻ ഒരു വഴക്കിനോ വെല്ലുവിളിക്കോ വന്നതല്ല. ശരിക്കും നിങ്ങളോട് 2 പേരോടും നന്ദി പറയാനാ വന്ന അല്ലേ? ആ അമ്മായി, ദീപകെ, 2 പേർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ചെയ്തു തന്നതേ വലിയൊരു ഉപകാരം. ഉപകാരം? എന്തുപകാരം? വർമ്മ സാറിനെതിരെ കംപ്ലൈന്റ് കൊടുത്ത കർഷകരെ കൊണ്ടുവന്ന് പരാതി പിൻവലിപ്പിച്ച് വർമ്മ സാറിനെ കൊണ്ട് നിങ്ങൾ വീണ്ടും നോമിനേഷൻ സമർപ്പിച്ചില്ലേ? അതിന് ഞങ്ങൾ എന്തിനാ നിങ്ങളോട് നന്ദി പറയുന്നതെന്നായിരിക്കും മാഡവും ദീപക് സാറും ചിന്തിക്കുന്നതല്ലേ? പറഞ്ഞുതരാം. ഇന്നലെ രാത്രിയില് ദീപക് സാറിനോട് ആ കർഷകരെവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം, അവരെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞില്ലേ? വെറും നുണയാ. എടാ ദീപകെ, കളക്ടർ ഓഫീസർ, നീ എന്നെ വെറും മൊണ്ടനാക്കിയല്ലടാ. അതിന് പ്രത്യേകിച്ച് ആക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണല്ലോ. കൃത്യസമയത്ത് വർമ്മ സാറിനെ കൊണ്ട് നോമിനേഷൻ ചെയ്യിപ്പിച്ചതിന് അംബിക മാഡത്തിനും ദീപക് സാറിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അപ്പൊ ശരി, വർഷ മാഡം. അമ്മായി, എങ്കി ഞങ്ങളങ്ങോട്ട്. അമ്മേ, ഞാൻ കാളെ പെറ്റൂന്ന് കേട്ടാ അപ്പ കയറെടുക്കാൻ ഇറങ്ങിക്കോണം. പിന്നെയൊക്കെ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.